ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇമേജ് എഡിറ്റിംഗ് വീഡിയോ ആണ്. ഇതിനായിട്ട് രണ്ട് ഇമേജസ് ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഒന്നൊരു സ്റ്റാർട്ട് പേജ്, രണ്ടാമത്തേത് എൻഡ് പേജ്. ഈ സ്റ്റാർട്ട് പേജിലുള്ള ഇമേജസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ എൻഡ് പേജിലുള്ള ഇതേപോലുള്ള ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാൻ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 800x600 സൈസിലുള്ള ഒരു വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പേജാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എങ്ങനെ ഇത് ചെയ്യുന്നത് നോക്കാം. ആദ്യം ടൂൾ ബോക്സിൽ നിന്ന് മാഗ്നറ്റിക് സെലക്ഷൻ ടൂൾ എടുക്കുക. എന്നിട്ട് സ്റ്റാർട്ട് പേജിൽ പോയതിന് ശേഷം ഓരോ വെജിറ്റബിൾസ് സെലക്ട് ചെയ്യുക. ഒരു വെജിറ്റബിൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കോപ്പി എടുത്തിട്ട് ഈ വൈറ്റ് കളർ പേജിലേക്ക് പേസ്റ്റ് ചെയ്യുക. അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് പേജിൽ പോയിട്ട് അടുത്തത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പേസ്റ്റ് ചെയ്യുക. അങ്ങനെ എല്ലാ ഇമേജസും കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ചിലതൊക്കെ രണ്ടെണ്ണം വേണ്ടി വരും. അപ്പോൾ 2 പ്രാവശ്യം പേസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഓരോന്നും പേസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ സെപ്പറേറ്റ് ലെയറുകളായിട്ടാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇനി ഒന്നിൻ്റെ മുകളിലേക്കൊക്കെ വെക്കണമെങ്കിൽ ഈ ലെയറുകൾ തമ്മിൽ ഡ്രാഗ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലതിന് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും, അതേപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ വേണ്ടി വരും. ഇങ്ങനെ ചെയ്യാൻ കൺട്രോൾ ടി അടിച്ചെടുക്കുക. ഏത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ ലെയറിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ടി അടിച്ചിട്ട് അതിനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ നമ്മൾ ലെയറിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുമ്പോൾ ആ കുറേ ലെയറുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ലെയറുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് ലെയറിനെയാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് അതിന് മാത്രം സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഒക്കെ സെപ്പറേറ്റ് ലെയറുകളാണ്. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ ഒറ്റ ലെയർ ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം വേണം മെർജ് ചെയ്യാൻ. അപ്പോൾ ഏറ്റവും മുകളിലുള്ള ചെയ്യുക. അതിനുശേഷം കൺട്രോൾ ഇ അടിച്ചു കൊടുത്താൽ താഴെയുള്ളതായിട്ട് ഇങ്ങനെ മെർജായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓരോന്നും മെർജ് ചെയ്ത് ഒറ്റ ലെയർ ആക്കിയിട്ട് മാറ്റുക. അങ്ങനെ ചെയ്തതിന് ശേഷം ഈ ലാസ്റ്റ് വരുന്ന ഒറ്റ ലെയർ ഉണ്ടല്ലോ അതിനെ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കൊടുക്കണം. ഈ ഒരു എൻ്റെ പേജിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ആക്കണം. അതിന് ആ ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഇമേജ് മെനുവിൽ നിന്നും അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസാച്ചുറേറ്റ് എന്ന് കൊടുക്കുക. അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഓൺലൈനായിട്ട് കമ്പ്യൂട്ടർ കോഴ്സ് എടുക്കുന്നുണ്ട്. MS ഓഫീസ്, ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ, ഇതേപോലെ ടാലി ഇതൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം എനിക്ക് ചെയ്യാൻ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വേണം. പിന്നെ ഇനി കോഴ്സിന് തന്നെ ചേരാൻ താല്പര്യമുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ചേരാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടോ, അതല്ല വേറെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ ഒക്കെ ഇങ്ങനെ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലേ അതിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുക വോയിസ് ഓവറൊക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.